തീർച്ചയായിട്ടും അതെ. സിനിമ കൊട്ടയിൽ തന്നെ കാണുന്നത് തന്നെയാണ് എൻ്റെ ഫീൽ. അതല്ല ഇപ്പം വേറെ വലിയ സംഭവം സിനിമയ്ക്ക് അടിപറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലുകൾ സൂപ്പർ സ്റ്റാറുകളുടെ മുകളിൽ നിന്നുള്ള ഒരു 5-6 പേരെ പടം എടുക്കുന്നുള്ളൂ. താഴോട്ടുള്ള ഒരു പടവും വേണ്ട എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ വരുമാനം നിലച്ചു. ഇന്ത്യൻ വീഡിയോ റൈറ്റ്സ് എടുക്കേണ്ടെന്നാണ്. ദുബായിലാണെങ്കിലും ഈ പറഞ്ഞ സൂപ്പർ താരങ്ങൾ 3-4 പേരുടെ പടയെ കളിക്കത്തുള്ളൂ. അവിടുത്തെ ഗുൽഷൻ എന്നൊരാൾ. അപ്പോൾ അവിടെയും ഒരു രക്ഷയില്ല. പാട്ടുകൾ മുമ്പ് വിലയ്ക്ക് വാങ്ങിക്കുമായിരുന്നു. പാട്ടുകൾ വിലയ്ക്ക് വാങ്ങിക്കുന്നില്ല. കാര്യം ഈ റേഡിയോ ഒക്കെ FM ഒക്കെ വന്നതോടുകൂടി ആരും CD വാങ്ങിക്കുന്ന ഹാബിറ്റില്ല. കാര്യം എല്ലാ പുതിയ പാട്ടുകളൊന്നും ഞെക്കിയ ഓരോ ചാനലും മാറി മാറി നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതും പോയി. പിന്നെ തിയേറ്റേഴ്സ് പടം കൊണ്ടുമില്ല എന്ന് വെച്ചാൽ ഒരാഴ്ച ഓടിക്കഴിഞ്ഞാൽ അടുത്തൊരു പടം വേണമെങ്കിൽ തിയേറ്റേഴ്സുകാർ മാറ്റും. എന്തുകൊണ്ടും ഏറ്റവും ഗതികെട്ട ഏറ്റവും ടെൻഷൻ പിടിച്ചൊരു സമയമാണ് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഭയങ്കര പാടാണ്. അടുത്തൊരു പടം ഞാൻ എടുക്കുന്നത് പൃഥ്വിരാജിനെ വെച്ചാൽ അടുത്ത സിനിമ പ്ലാൻ ചെയ്തു. പക്ഷേ ഓരോന്നാലോചിക്കുമ്പം കൈയും കാലം മറയ്ക്കുന്നുണ്ട്. നമ്പൂതിരിയെ സംബന്ധിച്ചോളം ഈ അവർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഈ മനയൊക്കെ നമ്മൾ താമസിച്ച പെരുമ്പാവൂരാണ്. അവിടെ നിന്നൊരു 40 കിലോമീറ്റർ അകലെയാണ് ഈ മനയുള്ളത്. അപ്പോൾ രാവിലെ നല്ല ലൈറ്റ് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ഡയറക്ടർക്ക്. അപ്പോൾ 7 മണിക്കെങ്കിലും ഷൂട്ടിംഗ് തുടങ്ങി നമ്മളൊരു 5 മണിക്ക് എണീറ്റ് ഒരു 5:30-5:45 പോകാൻ പറ്റുമോ ചേട്ടാ എന്ന് ചോദിച്ചു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ 5 അല്ല 4 മണിക്ക്, ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നതല്ല, ഞാൻ പറഞ്ഞു 4 മണിക്ക് ഞാൻ വരാൻ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം, ഈ രാത്രി 9 മണിക്ക് ശേഷമുള്ള ഷൂട്ടിംഗ് എന്നുണ്ടെങ്കിൽ എന്നെ കിട്ടില്ല. കാര്യം വൈകുന്നേരം ആകുമ്പോൾ അത് എൻ്റെ ഒരു ആക്ടർ എന്നുള്ള ജാടയൊന്നുമല്ല, എന്നെ കൊണ്ട് കൊള്ളില്ല. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഒരാളുടെ ബാറ്ററി, എന്നെ സംബന്ധിച്ച് ബാറ്ററിയൊക്കെ ഡൗണായി വളരെ മോശമായി ഒരു എനർജി ഇല്ലാത്ത സമയത്ത് കോട്ടുമായിട്ടുണ്ട് അഭിനയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് വൈകുന്നേരങ്ങൾ എൻ്റെ സ്വന്തമാണ്. എനിക്ക് സുഹൃത്തുക്കളുമായിട്ട് രസകരമായുള്ള നിമിഷങ്ങൾ ചിലവാക്കാൻ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടിരുന്ന് ജോളി അടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഷൂട്ടിംഗ് സ്ഥലത്ത് പോകുമ്പോൾ ഫാമിലിയും ഒന്നുമില്ല. പക്ഷേ എന്നാൽ അതല്ല, പറ്റില്ല. എന്നെ വിളിച്ചിട്ടൊരു ഹൊറർ പടത്തിന് വിളിച്ചിരുന്നു. ചേട്ടാ പകലൊക്കെ ചേട്ടൻ ഫ്രീ ആണ്, വൈകുന്നേരം 6 തൊട്ട് രാവിലെ 6 മണി വരെ ഷൂട്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരത്തേ ഇല്ലെന്ന് പറഞ്ഞു. വേറെ ഒന്നുമില്ല, ക്യാമറയുടെ മുമ്പ് അഭിനയിക്കാതെ ഉറക്കം തൂങ്ങി നിങ്ങളുടെ വായിരിക്കുന്നതൊക്കെ ആ സമയം ഞാൻ കിടന്ന് ഉറങ്ങും. ഞാൻ ഇപ്പോഴും നേരത്തെ ഉറങ്ങുന്ന ആളാണ്. 10 മണിക്ക് ഉറങ്ങും, രാവിലെ 5 മണിക്ക് എണീക്കുന്നത്. അങ്ങനെ ഫുൾ നൈറ്റ് പടങ്ങൾ ഇനി എന്ത് മെയിൻ റോഡാണെന്നോ എല്ലാം ഫുൾ നൈറ്റ് ഷൂട്ടിംഗ് ഞാൻ പോകത്തേ ഇല്ല. എന്തിനായാലും കാശും വാങ്ങിച്ച് അവിടെ ചെന്ന് സെറ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പോയി ഉറക്കം വരുന്നു എന്ന് ഇറിറ്റേഷൻ. അത് വേറൊരാൾ ചെയ്യട്ടെ. അല്ല, കുറച്ച് സിനിമയിൽ വേറെ കാര്യം പറയട്ടെ, ആഡംബരങ്ങൾ ആവശ്യമാണ്. അതിൻ്റെ ഉദാഹരണം ഞാൻ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ എൻ്റെ ചോദിച്ചു എന്തുകൊണ്ട് തമിഴ് പടക്കാർ കാശ് കൊണ്ടുവന്നു. കാരണം നമ്മൾ ഒരേ ലെവലിൽ ലൈറ്റായിട്ട് പടം എടുക്കുമ്പോഴത്തേക്കും തമിഴന്മാരാണ് ഏറ്റവും എന്താ പറയുക സ്പെക്ടാക്കുലർ എന്നൊക്കെ പറയുന്ന ഒരു 100 പേരുള്ള ഡാൻസ് സീൻസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ സൂര്യയുടെയും വിജയിൻ്റെയും ഗുണം, ഗാനരംഗങ്ങൾ, സ്റ്റണ്ട് രംഗങ്ങൾ. അപ്പോൾ ടിക്കറ്റ് എടുത്താൽ മുതലാവുന്ന രീതിയിലാണ് അവർ പടം എടുക്കുന്നത്. നമ്മളൊരു ചെറിയ സോഫ്റ്റ് പടം എടുത്താൽ അവർക്ക് മതിയാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പാക്കേജാണ് തമിഴ് പടത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ രാവിലെ 5 മണിക്കാണ് തമിഴ് പടങ്ങളുള്ളത്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, 5 മണിക്കാണ് 3 തിയേറ്ററിൽ ട്രിവാൻഡ്രത്ത് വിജയൻ്റെയൊക്കെ പടം റിലീസാകുമ്പോൾ ഹൗസ്ഫുള്ളാണ്. 11 മണിക്ക് ഒരു മലയാള പടം തുടങ്ങുമ്പം വലിഞ്ഞാണ് ആൾ കയറുന്നത്. തമിഴ് പടം എന്ന് പറഞ്ഞാൽ തലേന്ന് 5-6 ലിറ്റർ പാലുമായിട്ട് ശ്രീകുമാർ തിയേറ്ററിന് മുമ്പേ നിൽക്കുകയാണ് ആൾക്കാർ, വിജയിൻ്റെയും സൂര്യയുടെയും തലവഴി ഒഴിക്കാനായിട്ട്. ഇവിടെ മലയാളത്തിൽ ആരെങ്കിലും മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെ കട്ടൗട്ടർ ദിലീപിൻ്റെ വെച്ചിട്ട് പാലൊഴിക്കുമോ? തമിഴ് വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു മെൻ്റൽ മേക്കപ്പാണ്. അത് പോവുക, അട്ടഹാസം, ഭയങ്കര ബഹളമുണ്ട്. അവർ ഭയങ്കര പടം എന്നൊക്കെ പറഞ്ഞാൽ ആഘോഷിക്കും, സ്ലോ മോഷനും വെടിവെപ്പും. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജായിട്ട് അങ്ങനത്തെ ഒരു രസകരമായ പടങ്ങൾ എനിക്കിപ്പോൾ എടുക്കുന്നത് ദിലീപാണെന്നാണ് തോന്നുന്നത്. ദിലീപിൻ്റെ പടങ്ങൾ അതനുസരിച്ച് കളക്ട് ചെയ്യുന്നുണ്ട് ഗംഭീരമായിട്ട്. ഞാൻ ഈ 9 സിനിമകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ 9 സിനിമകളിൽ നോക്കുക. അതിനകത്ത് അനശ്വരം എന്നുള്ള പടത്തിൽ ഞാൻ ഒരു ഷോട്ട് അഭിനയിച്ചത്. കുറച്ച് കൂടുതൽ വേഷം ഞാൻ ചെയ്തിട്ടുള്ളത് വെള്ളാനങ്ങളുടെ നാട്ടിൽ മോഹൻലാലിൻ്റെ സുഹൃത്തായിട്ട് ഓട്ടോയിൽ ഓട്ടോക്കാരനാണ്. ബാക്കി എല്ലാ പടങ്ങളിലും ഞാൻ ഈ ലാസ്റ്റിൽ അഭിനയിച്ച എൻ്റെ തന്നെ പടത്തിൽ 2 സീനാണ് അഭിനയിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് അഭിനയിക്കത്തില്ല. കാരണം ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കും. ഇപ്പോൾ ബ്ലാക്ക് ബട്ടർഫ്ലൈയിൽ നിരഞ്ജൻ്റെ അച്ഛനായിട്ട് 2 സീനേ ഉള്ളൂ. അത് ചെയ്ത് ഞാൻ പടത്തിലുണ്ടാകണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ ഇതാണ് മെയിൻ കാര്യം, പടത്തിൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് ശ്രദ്ധയുണ്ട്. ഓരോ ആൾക്കാരുടെ താമസത്തിൻ്റെ ആയാലും ഫുഡായാലും സ്ക്രിപ്റ്റായാലും ആർട്ടായാലും എന്നെ സംബന്ധിച്ചുള്ള ഇത് കാശ് കുറയ്ക്കാൻ വേണ്ടി സെറ്റ് ചെന്ന് നിൽക്കുന്ന ഒരാളാണ്. എനിക്കിതൊരു പാഷനാണ്. ആളെ ഒതുക്കുന്നത് തൊട്ട് ഇതിൻ്റെ എഡിറ്റിംഗ് റൂം, ഡബ്ബിങ്, സെൻസർ, തിയേറ്ററിൽ വരുന്നത് വരെ ഞാൻ അതിൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സിനിമ എടുക്കുന്ന 2 മാസം ഞാൻ വരങ്ങ് മാറി. എന്നെ ഒരുപാട് പേര് ഞാൻ നായകനാണെന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രോജക്റ്റിലുണ്ടെന്നുണ്ട്. ഞാൻ പറയും എന്നെ നായകനായിട്ട് അർഹത ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കട്ടെ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളുടെ പോസ്റ്റർ നിങ്ങൾ നോക്കിയാണ്. ഒരിക്കലും എൻ്റെ തല വലുതായിട്ടോ ഒന്നും ഞാൻ വയ്ക്കാറില്ല, ഒന്നും വച്ചിട്ടുമില്ല. അത് നമുക്കൊരു മാർക്കറ്റിന് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാർ വിളിച്ചോളൂ, ഫോട്ടോ അടിച്ചു. ഇത് ഞാൻ തന്നെ പടം എടുത്ത് എൻ്റെ തലയടിച്ചുകൊണ്ടിരുന്നതിനകത്ത് എന്താ വ്യത്യാസം? അല്ല, ഞാൻ ചെറിയ വേഷത്തിലായിരുന്നു. ഇവിടം സ്വർഗ്ഗമാണെന്നുള്ള മോഹൻലാൽ പടമുണ്ട്, റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത്. അതിനകത്ത് ഞാൻ ചെയ്തൊരു വേഷമുണ്ട്. ഒരു 3 സീനേ വരുന്നുള്ളൂ. ആ പടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട എൻ്റെ വേഷമാണ്. 3 സീനാണ്. അമക്കസ് ക്യൂറി എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് പറയുന്ന സംഭവം. അപ്പം ഒരു പടത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ 150 സീൻ വേണമെന്നില്ല, 2 സീൻ മതി. വളരെ ഇഷ്ടപ്പെടും. ഉദാഹരണം, ഈ ഞാൻ ആലോചിക്കേണ്ട ഹലോ എന്നുള്ള സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ അശോകൻ വരുന്നത്.
മോഹൻലാലും ഒരു പഴയ സുഹൃത്തൊന്നുമില്ല, അയാൾ ഇരുന്നുള്ള ഇത് സുഹൃത്താണോ അല്ലേ എന്നുള്ളൊരു സഫോക്കേഷനിൽ സീൻ, ആ ഒറ്റ സീനിൽ അശോകൻ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ സീനിൻ്റെ എണ്ണമല്ല വലുത്. ഒരു സീനായാലും എന്തെങ്കിലും ചെയ്യാൻ അതിനകത്ത് ഞാൻ അതാണ് നോക്കുന്നത്. ഞാൻ ചോദിക്കും എന്താ സംഭവം, ഇത് ചേട്ടൻ 19 സീൻ, ഞാൻ നോക്കുമ്പോൾ ചുമ്മാ കുന്തവും പിടിച്ച് നിൽക്കുന്നില്ല, ഒന്നുമില്ലല്ലോ. ഇത് ചേട്ടാ 1.5 സീൻ, നമ്മൾ 1.5 സീനാണെങ്കിൽ അതൊരു കഥാപാത്രമാണ്, ഞാനത് ചെയ്യുമെന്ന് പറയും. നോക്കട്ടെ എങ്ങനെ കാലം വരുമെന്ന് അറിയുന്നില്ലല്ലോ, എങ്ങനെ കാലമല്ലേ എല്ലാത്തിനും വഴി തെളിക്കുന്നത്. ഇതാന്ന് ഇപ്പോൾ കണ്ടില്ല, ഫഹദ് ഫാസിൽ ആദ്യം ഒരു പടം അഭിനയിച്ചു, ഫാസിലിൻ്റെ പടത്തിൽ വളരെ മോശമായിരുന്നു. ആ പടവും മോശമായിരുന്നു, ഫഹദ് മോശമായിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങേരുടെ ഒരു വരവ് വന്നു. അപ്പം എന്താ പറയുക, ഞാൻ ആ പടത്തിൻ്റെ പേരൊന്നുമില്ല, ഈ കോക്ടെയിൽ 2 സീനുകൾ അസാധ്യമായിരുന്നു. പിന്നെ അയാളുടെ ഒരു നടൻ എന്നുള്ളതിൻ്റെ അയാളുടെ ഹിസ്റ്റോണിക്സ് ടാലൻസ് ഒക്കെ കാണിക്കുന്ന പടങ്ങൾ വന്നപ്പം ഇപ്പോൾ അയാൾ മലയാളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടറാണ്. ബിസി ആക്ടർ ഹീറോ എന്നുള്ളതിന് ഒരു ഈസ് എ വെരി ഗുഡ് ആക്ടർ. അപ്പോൾ എല്ലാവർക്കും ഒരു ദിവസം വരും. അത് എനിക്കിപ്പോഴും പ്രതീക്ഷയാണ്, നല്ല വേഷങ്ങൾ. നായകൻ എന്നുള്ളതല്ല ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് നല്ല അഭിനയിച്ച് ബലിപ്പിക്കാവുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. ഒരിക്കലും നായക വേഷം കണ്ടെന്ന് പ്രാർത്ഥനയില്ല. കഴിയുന്ന നായക വേഷം വന്നാൽ അത് പ്രൊഡ്യൂസറിനെ ബാധിക്കുക, വൻ കുഴപ്പമാണെങ്കിൽ ഞാൻ അതിന് ഒഴിഞ്ഞു മാറാൻ ചെയ്യും. കഥാപാത്രങ്ങളാണ് എനിക്ക് വേണ്ടത്. കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള കൊതിയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.